നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരക്കൂറിലാണ്, ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ്. കാരണം നിവർത്തിസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സർവാഭിഷ്ട സ്ഥാനത്ത് മീനൻ രാശിയിലാണ് നിൽക്കുന്നത്, സഹായ സ്ഥാനത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ലഗ്നാൽ 7-ൽ വ്യാഴമാണ് നിൽക്കുന്നത്. അത് പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിൽ ജീവിക്കാനായിട്ട് സാധിക്കും. കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ജോലി ഉണ്ടാകും. എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ണ്, പല്ല്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥയ്ക്ക് യോഗമുള്ള സമയമാണ്. ഇടയ്ക്ക് നടുവേദനയോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ള രീതിയിലൊക്കെ ആ ശനിയൊക്കെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് വലിയൊരു ദോഷമോ കാര്യങ്ങളൊന്നും എടുത്ത് പറയാൻ ഇല്ല. അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെ കൂടുതലും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് തലവേദന, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, പ്രിയ കലഹോത്സകത എന്ന് പറയുന്ന യോഗം ഉണ്ടാകുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം, എന്തെങ്കിലും തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പിന്നെ കലഹത്തിലേക്ക് മാറും. കാമുകന്മാർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നാലും അതും ഒരു കലഹത്തിലേക്ക് മാറുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു ദോഷത്തിന് പരിഹാരം ചെയ്യുക. 6-ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ദൈവാധീന കുറവുണ്ട്. വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ 7 ശനിയുടെ ഇരിക്കുന്ന ശനി കഴിയുന്ന സമയമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. 4-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തിയായിട്ടൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ 5-ലെ ബുധൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പഠനത്തിൽ മികവിനുള്ള യോഗമുള്ള സമയമാണ്. എന്നാലും അലസത കുറച്ച് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വേണമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഗുണം അനുഭവിക്കാനും, അലസത ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് യോഗമുള്ളത്. അപ്പോൾ കുറച്ച് പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. നല്ല പ്രാർത്ഥന ഉണ്ടായാൽ അവിട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.